എല്ലാവർക്കും നമസ്കാരം. ഇങ്ക്സ്കേപ്പിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ വീഡിയോ ഇങ്ക്സ്കേപ്പിലെ ടൂൾസ് ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ചാപ്റ്ററിലെ തുടർ പ്രവർത്തനത്തിലുള്ള 2 വർക്കുകളാണ് അവിടെ ചെയ്യുന്നത്. ഒന്ന് ഒരു സിലിണ്ടർ നിർമ്മാണം, രണ്ടാമത്തെ വിവിധ തരത്തിലുള്ള സ്മൈലികളുടെ നിർമ്മാണം. അപ്പോൾ ടൂൾസ് എല്ലാവരും നേരെ പരിചയപ്പെട്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ഈ പ്രവർത്തനങ്ങളിൽ ആദ്യം സിലിണ്ടർ അല്ലെങ്കിൽ പൈപ്പ് നിർമ്മാണമാണ് ആദ്യം പരിചയപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻസിൽ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും. ന്യൂ ഡോക്യുമെൻറ്റ് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ പേജ് ബോർഡർ ഒഴിവാക്കണം. അതിനുവേണ്ടി ഫയലിൽ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, അതിൽ ഷോ പേജ് ബോർഡർ എന്നുള്ളത് ഒഴിവാക്കുക. അതിനുശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം സിലിണ്ടർ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ടൊരു റെക്റ്റാങ്കിൾ, ഒരു ദീർഘചതുരം വരച്ചു. അതിനുശേഷം നമ്മൾ നേരത്തെ ആദ്യത്തെ വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുണ്ട്, ഗ്രേഡിയൻറ്റ് ടൂൾ ക്ലിക്ക് ചെയ്ത് അതിൽ ക്രിയേറ്റ് ലീനിയർ ഗ്രേഡിയൻ്റ് എന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിലേതെങ്കിലും ഒരു നോഡ്, അതേത് നോഡായാലും കുഴപ്പമില്ല, ഒരു നോഡിൽ വൈറ്റും രണ്ടാമത്തെ നോഡിൽ നമ്മൾ പൈപ്പിൻ്റെ ഒരു ഡാർക്ക് ഗ്രേ കളറും കൊടുത്ത് ആവശ്യാനുസരണം ആ ഷെയ്ഡിനെ വലിച്ച് ക്രമീകരിക്കുക. അതിനുശേഷം ഈ പൈപ്പിൻ്റെ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ മുകൾ ഭാഗം ക്രമീകരിക്കുന്നതിന് വേണ്ടി ഒരു സർക്കിൾ, ഒരു ഓവൽ ഷേപ്പ് വരച്ചതിന് ശേഷം അത് ഈ പൈപ്പിന് മുകളിൽ ക്രമീകരിച്ച് കൃത്യമായിട്ട് അതിൻ്റെ പൊസിഷനൊക്കെ കറക്റ്റായിട്ട് ഡ്രാഗ് ചെയ്തുകൊണ്ട് വയ്ക്കുക. അത് എഡ്ജ് ഒക്കെ ക്ലിയർ ആവുന്ന തരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രാഗ് ചെയ്യുക. അതിനുശേഷം ഈ സർക്കിളിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് അടിഭാഗവും ഇതേ രീതിയിൽ ക്രമീകരിക്കുക. ഇപ്പോൾ നമ്മൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ടൂൾ പരിചയപ്പെട്ടപ്പോൾ നമ്മൾ ഒന്നിൽ കൂടുതൽ ഒബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അത് ഗ്രൂപ്പാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നില്ല. അതിവിടെ പരിചയപ്പെടാം. നമ്മൾ വരച്ച ഇതിപ്പോൾ 3 ഒബ്ജക്റ്റുകളുണ്ട്, 2 സർക്കിളും ഒരു റെക്റ്റാങ്കിളും. ഇതിന് 3നെയും കൂടി ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതെല്ലാം കൂടി 3 എണ്ണം കൂടി ഒറ്റ ഒബ്ജക്റ്റായി. ഇനി നമുക്കിതിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാം. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഒരു പൈപ്പ് അടുക്കി വെച്ച രീതിയിൽ നമുക്ക് ക്രമീകരിക്കാം. വേണമെങ്കിൽ നമുക്ക് ഈ 2 സിലിണ്ടറിനെ അല്ലെങ്കിൽ 2 പൈപ്പിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും അതിനെ ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന ക്രമത്തിൽ ഗ്രൂപ്പ് ചെയ്യാം. അതിനുശേഷം അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് വീണ്ടും അതിനെ ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കാം. വീണ്ടും ഈ ഒബ്ജക്റ്റുകളെ വീണ്ടും ഒരുമിച്ച് സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഒരുമിച്ച് സെലക്ട് ചെയ്യണം. ഏതെങ്കിലും ഒന്നും ഉൾപ്പെട്ടിട്ടില്ലെങ്കിൽ ഗ്രൂപ്പ് ആവില്ല. ഒരുമിച്ച് സെലക്ട് ചെയ്തതിന് ശേഷം ഒബ്ജക്റ്റ് ഗ്രൂപ്പ് എന്ന ക്രമത്തിൽ അതിനെ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഈ 4 ഇമേജും ഒറ്റ ഇമേജായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുക. അടുത്തതായിട്ട് നമ്മളിനി വിവിധ തരത്തിലുള്ള സ്മൈലികൾ എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതാണ് പരിചയപ്പെടുന്നത്. ഇനി വിവിധ സ്മൈലികൾ തയ്യാറാക്കുന്നത് പരിചയപ്പെടുകയാണ്. അതിന് ആപ്ലിക്കേഷൻസിൽ ഇതേപോലെ തന്നെ ഇങ്ക്സ്കേപ്പ് ഓപ്പൺ ചെയ്യുന്നു. പേജ് ബോർഡർ ഒഴിവാക്കാം. പേജ് ബോർഡർ ഒഴിവാക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് ക്യാൻവാസ് സൈസ് വേണമെങ്കിൽ പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചും ചെയ്യാം. ന്യൂ ഡോക്യുമെൻ്റ് കൊടുത്തു. പേജ് ബോർഡർ ഒഴിവാക്കുന്നതിന് വേണ്ടി ഫയലിലെ ഡോക്യുമെൻറ്റ് പ്രോപ്പർട്ടീസ്, അതിൽ ഷോ പേജ് ബോർഡറിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കുക. അതിനുശേഷം ആ വിൻഡോ ക്ലോസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു 4 സ്മൈലിയാണ് നമുക്ക് തുടർ പ്രവർത്തനത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ അത് 4 ഒരുമിച്ചാണ് പരിചയപ്പെടുത്തുക. ഒന്ന് പഠിച്ചാൽ പിന്നെ ബാക്കി ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും വരില്ല കുട്ടികൾക്ക്. അപ്പോൾ അതിൻ്റെ കളർ എന്ന് പറയുന്നത് നമ്മളതിൻ്റെ സൈസൊക്കെ ഒന്ന് സർക്കിൾ ഷേപ്പൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കളറ് യെല്ലോ ആക്കി. ഇപ്പോൾ 4 ഒരുമിച്ച് ചെയ്യണോണ്ട് അതിൻ്റെ ഒരു 4 ഡ്യൂപ്ലിക്കേറ്റ് ആദ്യം തന്നെ എടുത്ത് വയ്ക്കുക. ഒരുമിച്ച് വേണിച്ചാൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഞാനിപ്പോൾ ഓരോന്നായിട്ട് എടുക്കുന്നതെന്ന് മാത്രം. ഒരേ സർക്കിളിൽ തന്നെ 3 തവണ ക്ലിക്ക് ചെയ്താൽ 3 ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. ഇത് വേറെ വേറെ ഓരോന്നായി ചെയ്തതെന്ന് മാത്രം. അപ്പോൾ ഇതിൽ ആദ്യത്തെ 2 സ്മൈലിയിലും കണ്ണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഒരുപോലെയാണ്. അത് നമ്മൾ ചെറിയ സർക്കിള് തയ്യാറാക്കി അതിനെ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള സ്ഥലത്ത് കൊണ്ടുവന്ന് ക്രമീകരിച്ച് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അതിനെയും ക്രമീകരിച്ച് വീണ്ടും അതിൽ നിന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് രണ്ടാമത്തെ സ്മൈലിയുടെ ആവശ്യമായ സ്ഥലത്തും കൊണ്ടുവന്ന്
ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ക്രമീകരിക്കുകയാണ്. ഇനി ഇതിൽ വായയുടെ ഷേപ്പ് വരാൻ വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്ന ബേസിയർ ടൂളാണ്. അത് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു. ഇത് ഫസ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആയിട്ട് ഈ ബേസിയർ ടൂളിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനൊന്ന് വളയ്ക്കാൻ വേണ്ടി, വായയുടെ ഷേപ്പ് വരാൻ വേണ്ടി, ചുണ്ടിൻ്റെ ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് അതിനൊന്ന് വളയ്ക്കാൻ നോഡ് ടൂൾ ഉപയോഗിച്ചു. അതിനെ സെലക്ട് ചെയ്ത് അതിൻ്റെ തിക്നെസ് കൂട്ടാൻ ഒബ്ജക്റ്റിൽ ഫിൽ ആൻഡ് സ്ട്രോക്ക് പെയിൻ്റ് ഒരു ഡാർക്ക് കളർ ബ്ലാക്ക് ആണ് ഇവിടെ, അപ്പോൾ ഒരു ഡാർക്ക് കളർ ബ്ലാക്ക് സെലക്ട് ചെയ്യുക. സ്ട്രോക്ക് സ്റ്റൈല് ഒന്ന് കൂട്ടി കൊടുക്കുക. അപ്പോൾ ഇവിടെ അതിൻ്റെ തിക്നെസ് കൂടുന്നത് കാണാം. അതിനെ ആവശ്യമായ വലുപ്പമൊക്കെ ക്രമീകരിച്ച് ആവശ്യമായ സ്ഥാനത്ത് കൊണ്ടുവന്ന് ക്രമീകരിക്കുക. ഇനി രണ്ടാമത്തേൽ ചുണ്ടിൻ്റെ ഷേപ്പ് നേരെ തിരിച്ചാണ് വായയുടെ ഷേപ്പ്. അപ്പോൾ ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് നമ്മൾ റൊട്ടേഷൻ പഠിച്ചിട്ടുണ്ട് ടൂൾസിൽ, ഇതിനെ വെറുതെ ഒന്ന് തിരിച്ച് വെച്ചാൽ മതിയാകും. അതോടുകൂടി 2 സ്മൈലികളും നമ്മുടെ തയ്യാറായി കഴിഞ്ഞു. ഇത് വരുന്ന 2 സ്മൈലിയിലും കണ്ണും വായൊക്കെ ഷേപ്പ് വ്യത്യാസമുണ്ട്. കണ്ണ് വരയ്ക്കുന്നതിന് വേണ്ടി നമ്മുടെ തുടർ പ്രവർത്തനത്തിൽ പറഞ്ഞ പോലെ ആ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബേസിയർ ടൂൾ ഉപയോഗിച്ച് ഈ രീതിയിലൊരു ചിത്രം വരച്ച് അതിനെ നമ്മൾ ആദ്യമൊക്കെ ചെയ്ത് അതേപോലെ തന്നെ സെലക്ട് ചെയ്യുക. അതിൻ്റെ തിക്നെസ് ഒന്ന് കൂട്ടാൻ വേണ്ടി സ്ട്രോക്ക് പെയിൻ്റ് ഓൾറെഡി ഇവിടെ ബ്ലാക്ക് ആണ്, അപ്പോൾ അതിൻ്റെ സ്ട്രോക്ക് സ്റ്റൈലൊന്ന് കൂട്ടി കൊടുത്തു. അതിനാവശ്യാനുസരണം വലുപ്പമൊക്കെ ക്രമീകരിച്ച് വേണ്ട സ്ഥാനത്ത് കൊണ്ടുവന്ന് ക്രമീകരിക്കുന്നു. അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുക്കുക. ഈ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് തൊട്ടടുത്തായിട്ട് ക്രമീകരിച്ചതിന് ശേഷം അതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിഞ്ഞ രീതിയിൽ കിട്ടും. ഇനി നമുക്കിവിടെ വേണ്ടത് വായയുടെ ഷേപ്പ് എന്ന് പറയുന്ന ഒരു സെമി സർക്കിളാണ്, അർദ്ധവൃത്തം. അത് വരയ്ക്കുന്നതിന് വേണ്ടി സ്റ്റാർട്ട് പോയിൻ്റ് 0, എൻഡ് പോയിൻ്റ് എന്നുള്ളിടത്ത് സർക്കിൾ ടൂളിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം 180 കൊടുക്കുക. അപ്പോൾ വരയ്ക്കുമ്പോൾ ഈ രീതിയിലുള്ളൊരു സർക്കിൾ ഷേപ്പാണ്, സെമി സർക്കിളാണ് കിട്ടുക. അത് കൊണ്ടുവന്ന് ആവശ്യമായ സ്ഥലത്ത് ക്രമീകരിക്കുക. അതോടുകൂടി 3ാമത്തെ സ്മൈലിയും തയ്യാറായി. ഇനി 4ാമത്തെ സ്മൈലിയിലും വായയുടെ ഷേപ്പ് അത് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. ഇനി കണ്ണിൻ്റെ ഷേപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇത് വരയ്ക്കാനൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിങ്ങനെ സർക്കിൾ വരയ്ക്കുമ്പോൾ പൂർണ്ണമായി കിട്ടിയിട്ടില്ലെങ്കിൽ മുകളിലുള്ള സർക്കിൾ ഷേപ്പിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ഈ സ്ട്രോക്ക് വേണ്ട, അപ്പോൾ സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോ പെയിൻറ്റ് കൊടുത്തു. വീണ്ടും അതിൻ്റെ ഒരു സർക്കിൾ വരച്ച് അതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അത് രണ്ടിനെയും ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ചതിന് ശേഷം ഇതിനെ ആ കണ്ണിൻ്റെ ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി ബേസിയർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ട്രയാങ്കിൾ ഷേപ്പ് വരച്ച് വയ്ക്കുക. അതായത് ആ ഷേപ്പിൻ്റെ ഹാർട്ട് ഷേപ്പിൻ്റെ തല തിരിഞ്ഞ അടിഭാഗം കിട്ടുന്നതിന് വേണ്ടിയിട്ട് അതിൽ നമ്മൾ കളർ കൊടുത്തു, റെഡ് കൊടുത്തു. ഇവിടെ നമുക്ക് സ്ട്രോക്ക് പെയിൻറ്റിൻ്റെ ആവശ്യമില്ല, അപ്പോൾ അതിനെ സെലക്ട് ചെയ്തുകൊണ്ട് വീണ്ടും നമ്മൾ സ്ട്രോക്ക് പെയിൻറ്റ് അതിനൊക്കെ ക്രമീകരിച്ചതിന് ശേഷം ആവശ്യമായ രീതിയിൽ ക്രമീകരിച്ച് റൊട്ടേഷൻ ടൂളോ ഏതൊക്കെയാണെന്ന് വെച്ച് ഉപയോഗിച്ച് അനുയോജ്യമായ രീതിയിൽ ഒരുപക്ഷെ നമ്മൾ ആദ്യം ചെയ്ത സർക്കിളിൻ്റെ ഷേപ്പ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് ആവശ്യമായ രീതിയിൽ ക്രമീകരിക്കുക. അതിനുശേഷം അതിൻ്റെ സ്ട്രോക്ക് പെയിൻറ്റ് നോ പെയിൻറ്റ് കൊടുക്കുക. ഇപ്പോൾ നമുക്ക് ഏതാണ്ട് ആവശ്യമായിട്ടുള്ളൊരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റ് ഗ്രൂപ്പ് കൊടുക്കുക. അതിൻ്റെ സൈസൊക്കെ കറക്റ്റായി ക്രമീകരിക്കുക. നമ്മുടെ 4ാമത്തെ സ്മൈലിയിൽ കണ്ണിൻ്റെ ഷേപ്പ് എന്ന് പറയുന്ന ഇതാണ് തന്നിട്ടുള്ള തുടർ പ്രവർത്തനത്തിൽ. ആവശ്യമായ സൈസാക്കി അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. 4ാമത്തെ സ്മൈലിയിൽ ആവശ്യമായ സ്ഥലത്ത് കൊണ്ടുപോയി ക്രമീകരിച്ചു. അതിൻ്റെ സൈസൊക്കെ കറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയായി കഴിഞ്ഞാൽ 4 സ്മൈലികളും നമ്മുടെ ടെക്സ്റ്റിൽ തുടർ പ്രവർത്തനത്തിൽ പറഞ്ഞ രീതിയിൽ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ 4 സ്മൈലിയെയും ഒരുമിച്ചൊന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കാം. ഇപ്പോൾ 4 ഒബ്ജക്റ്റാണ്, 4 നമ്മൾ ഓരോന്നും ഗ്രൂപ്പ് ചെയ്യാത്തതുകൊണ്ട് 4 കൂടുതലുണ്ട്. അപ്പോൾ 4 ചിത്രങ്ങളാണ് നമ്മളിവിടെ വരച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ 4 എണ്ണത്തിനെയും ഒരുമിച്ച് സെലക്ട് ചെയ്ത് ഒബ്ജക്റ്റിൽ ഗ്രൂപ്പ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ 4ഉം ഒറ്റ ഒബ്ജക്റ്റായി. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ 4 എണ്ണത്തിൻ്റെയും ചേർന്നിട്ടുള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് നമുക്ക് ലഭിക്കും. മറ്റൊരു കാര്യം കൂടി, ഇതിൽ ഈ 4ാമത്തെ സ്മൈലിയിലെ ആ കണ്ണിൻ്റെ ഹാർട്ട് ഷേപ്പ് വരയ്ക്കാൻ പല മാർഗങ്ങളുണ്ട്. അതിലേറ്റവും ഈസി ആയിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ ഈ ആദ്യത്തെ വീഡിയോയിൽ പഠിച്ച ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നോട്ട് ടൂളും മറ്റും ഉപയോഗിച്ച് ഇതല്ലാത്ത രീതിയിലും വരയ്ക്കാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഈ ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ അടുത്ത ഒരു പ്രവർത്തനം, അത് കുറച്ച് വലിയ ഒരു പ്രവർത്തനമാണ്.
അത് അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇതിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.